ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് തിങ്കളാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമിൽ നമ്മുടെ കൊണാമി പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നാഷണൽ അറ്റാക്കേഴ്സ് എന്ന പേരിലാണ് ആ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ആ പാക്കിലേക്ക് പോവാം. സോ ഇതവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ റൂമേഴ്സ് കിട്ടിയതായിരുന്നു. സോ നാഷണൽ അറ്റാക്കേഴ്സ് എന്ന പേരിൽ നമ്മളുടെ വാനിസ്റ്റർ റൂയി ഉണ്ട്. ആൾ വന്നിരിക്കുന്നത് ഫിനോൾ ഫിനിഷിംഗ് പ്ലസ് ബുള്ളച്ചേറ്ററാണ്. അപ്പോൾ ആളുടെ ഒരു കിടിലൻ ബുള്ളച്ചേറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുസ്കാസ് വന്നിട്ടുണ്ട്. ഓക്കെ, പുസ്കാസിന് മുമ്പ് വന്ന കാർഡ് ഫിനോൾ ഫിനിഷിങ്ങും ഫിനോൾ പാസ്സായിട്ടായിരുന്നു. അത് നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ബട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലിഡ് സ്കേൾ പ്ലസ് ലോ സ്ക്രീമറാണ്. സോ ബ്ലിഡ് സ്കേൾ ലോ സ്ക്രീമർ ആകുമ്പോൾ സെറ്റ് കാർഡായിരിക്കും ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാക്കിലത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പുസ്കാസ് ആവാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം വരും ദിവസങ്ങളിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അതുപോലെ തന്നെ അടുത്തൊരു പ്ലെയറാണ് നമ്മളുടെ ടെവസ്. ടെവസ് വന്നിരിക്കും മൂവ്മെൻറ്റ് ഡ്രിബിളും പ്ലസ് വിൽ പവർ ആണ്. സോ 3 പേരും കിടിലൻ ലെജൻസ് ആണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി ക്ലബ്സിന് വേണ്ടിയിട്ടും കിടിലൻ പെർഫോമൻസ് കഴിച്ചു നമ്മളുടെ പ്ലേയേഴ്സാണിത്. സോ ഇതിൽ നമുക്ക് ടാർഗറ്റ് പറയുന്നത് വാനിസ്റ്റർ റൂയി ആണ്. സോ വാനിസ്റ്റർ റൂയുടെ ഈ കാർഡ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ പുസ്കാസിൻ്റെ കാർഡ് എനിക്ക് ഉണ്ട്. ഓക്കെ, സോ ഇത് മെയിൻ അക്കൗണ്ടാണ്. പുസ്കാസിന് വേണ്ടി കറക്കണോ വേണ്ടേ? കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ബഫറിന് എടുക്കാൻ വേണ്ടിയിട്ട് ആ കോയിൻ എടുത്തായിരുന്നല്ലോ. സോ അതിലൊരു 1180 കോയിനായിട്ടാണ് ബാക്കി കിടക്കുന്നുണ്ട്. സോ ഇതിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സഹിക്കണില്ല. എന്തായാലും അങ്ങോട്ട് കറക്കാൻ തോന്നുക. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കറക്കാൻ വിചാരിക്കണേ. ഓക്കെ, സോ കഴിഞ്ഞോട്ട് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, പുസ്കാസിന് നമുക്ക് കിട്ടിയത് 900 കോയിനില്ല. പുസ്കാസും പെലയായിരുന്നു എന്ന് തോന്നുന്നു. ഒരുമിച്ച് വന്നപ്പോൾ വെറുതെ കറക്കിയതാണ്. അന്ന് 900 കോയിന് അതിനെ കൂട്ടി വെച്ചുണ്ടാക്കി പോയിനാട്ടോ. അത് വെറുതെ കറക്കിയപ്പോൾ പെലേനും പുസ്കാസിനും അടിച്ചു. സോ അതുപോലെ ഇപ്രാവശ്യം നമുക്ക് കിട്ടാതിരിക്കാതില്ലല്ലോ. സോ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടില്ലേന്ന്. അപ്പോൾ വെനസ്റ്റർ ആയിക്കോട്ടെ, പുസ്കാസ് ആയിക്കോട്ടെ, ടെവസ് ആയിക്കോട്ടെ, ഇത് ആരെ കിട്ടിയാലും കുഴപ്പമില്ല വെച്ചിട്ട് അങ്ങോട്ട് കറക്കാണ്. അപ്പോൾ നോക്കാം. ടെവസ് യുണൈറ്റഡിൻ്റെ ആളാണ് 2007 കാർഡ്, പുസ്കാസ് 1952 കാർഡ്, ആൻഡ് മാഞ്ചസ്റ്റർ 2006 കാർഡും. ഓക്കെ, സോ മാഞ്ചസ്റ്റർ നെതർലൻഡ്സ് പ്ലസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിൽ ആരെ കിട്ടൂലെന്ന്. അപ്പോൾ നമ്മൾ ഈ പാക്ക് മാത്രമല്ല കേട്ടോ ഒന്ന് സ്പിൻ ചെയ്യണത്. അതിനൊപ്പം തന്നെ നമ്മുടെ മറ്റേ ഡാനി ഓൾമോൻ്റെയും മാക്കലസ്റ്ററിനും ഉണ്ടല്ലോ. സോ ഈ 2 പാക്ക് കൂടി സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് സ്പിൻ ചെയ്തിട്ട് ഇതിലേക്ക് വരണോ? എന്തായാലും നമുക്ക് ആദ്യം അത് പോയിട്ട് സ്പിൻ ചെയ്യാം. ഓക്കെ, ഇനി അത് ആൾക്കാർക്ക് ഇതാക്കണ്ട. ഓക്കെ, അവസാനത്തിൽ വെച്ചിട്ട് ചാളാക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ആ 200 കൊടുത്തു നോക്കാം കേട്ടോ. സോ 200 തന്നെ കൊടുത്തു നോക്കാം. ആദ്യം നമ്മുടെ ടാർഗറ്റ്സിനെ ഇങ്ങനെ 3 വട്ടം തൊട്ടേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം. ഓക്കെ, പുസ്കാസ് 3 വട്ടം, ദെൻ ടെവസ് 3 വട്ടം. ഓക്കെ, ബാക്ക് അടിക്കാം. 100 കഴിഞ്ഞിട്ടൊക്കെ 100 ആക്കിയപ്പോഴാണ് ഇവിടെ ബഫണ് കിട്ടിയത് നമുക്ക്. ഇപ്പോൾ ഇപ്രാവശ്യം കിട്ടണമെന്നില്ല. അങ്ങനെ വെച്ച് കറക്കിയിട്ട് കാര്യമില്ല, കിട്ടില്ല. ബഫണ്ട് വെറുതെ 100 കൊടുത്തപ്പോൾ കിട്ടി. ഇത് ഏതൊരു പ്ലെയറാണ്, ഏതറിയില്ല, റോഡ്രിഗോ പറഞ്ഞ പ്ലെയറാണ്. ഓക്കെ, ഇനി അടുത്ത് കൊടുക്കാൻ നമുക്ക് പുസ്കാസ്. എനിക്ക് പുസ്കാസിന് കിട്ടണം എന്നിട്ട് വെറുതെ പറയില്ല. എൻ്റെ കയ്യിൽ മറ്റേ പുസ്കാസൊക്കെ ഉണ്ട്, പക്ഷേ ഈ പുസ്കാസിന് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ 2ാമത്തെ സ്പിന്ന് കൊടുക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ 2 കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായില്ല. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റത്തെ സ്പിന്നെ, സോ അതിലെന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ 900 കോയിനാണ് കൈസിന്. 900 കോയിനിൽ എങ്ങാനും ഇപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ, അതും ബ്ലാക്ക് ആണെങ്കിൽ പൊളിക്കും. അന്നത്തെ പോലെ ബ്ലാക്കിനൊക്കെ കിട്ടിയാണല്ലോ. ഞാൻ ട്രിക്കൊന്നും നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ തുടരുന്നുണ്ട് കേട്ടോ. സോ അയ്യോ, ഇത് 100 ഓ തേങ്ങ. ഓക്കെ ഓക്കെ ഓക്കെ, 900 എടാ എപ്പിക്ക് അടിച്ചു. CF ആണ്. ആൻഡ് ഇറ്റ്സ് വാനിസ്റ്റർ റോയ്, ഐ തിങ്ക് സോ. യാ, ഇറ്റ്സ് മൈ പുസ്കാസ് ഓൾറെഡി. അപ്പോൾ വാനിസ്റ്റർ റോയിനെ കിട്ടാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഗൈസ്. അതെനിക്ക് വെറുത്തായിട്ടൊരു പാക്ക് ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ എല്ലാവരും പറയും ഇതെനിക്കൊരു വെറുത്തായിട്ടുള്ള ഓപ്പണിംഗ് ആയി. ഞാൻ വെറുതെ കറക്കിയതാ. പക്ഷേ എന്തായാലും ആ കിടക്കുന്നുണ്ട്, 100 രൂപ കിടക്കുന്നുണ്ടാവില്ല, 100 1180 കോയിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ സ്പിന്നെ അയച്ചെടുത്തതാ. സാധനം കിട്ടി. എടാ, ഇതൊക്കെയാണ് ഭാഗ്യം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ട പ്ലേസ് വരുമ്പോൾ കറക്കുമ്പോൾ നമുക്ക് പണി തരുമന്മാർ. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഡബിൾ മൈൻഡുള്ള പാക്ക് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് തരും. സോ ദിസ് ഇസ് കൊണാമി സ്ക്രിപ്റ്റ് ബ്രോ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സാധനം കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. സാധനം കിട്ടിയല്ലോ. അപ്പോൾ അതവിടെ എടുക്കട്ടെ. നമുക്ക് നേരെ നമ്മുടെ ചെക്കന്മാരെ അടുത്തേക്ക് പോവാം. ആര്
ഇത് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ സ്പിൻ ചെയ്തില്ല. ഓക്കെ, ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചൊക്കെ അറിയില്ല. ഇതിൽ നമ്മുടെ മാക്ലിസ്റ്ററുണ്ട്, മാക്ലിസ്റ്ററിന് അറിയില്ല. ഇതിൽ ഓൾറെഡി റിവ്യൂ കാര്യങ്ങൾ ഇട്ടുണ്ട്. ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇവനെ നോക്കുകയാണെങ്കിൽ ഓൾമോ നോക്കുകയാണെങ്കിൽ ഒരു ഹോൾ പ്ലെയർ കാർഡാണ്. ഇപ്പോൾ ഹോൾമോ കിടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ സ്പിൻ ചെയ്യണമെങ്കിൽ ഒരു ധാരണയില്ല. ഞാൻ എന്തായാലും ഇതിൽ ഓപ്പൺ കൊടുക്കുകയാണ്. 16 അതിൽ 3 ഉണ്ട്. അപ്പോൾ ഓപ്പൺ കൊടുക്കാം കേട്ടോ. ഇതെങ്ങനെ മൊത്തമായിട്ട് ഓപ്പൺ ആയി കിട്ടോ. ഓ, പാക്കേജ് പൊട്ടിക്കും ഇങ്ങനെ. ഞാൻ സ്ലൈഡ് ചെയ്യണല്ലേ. ഓക്കെ. ഓ, അപ്പോൾ ആദ്യത്തെ സ്പിൻ തന്നെ നമുക്ക് 1000, 5000, 1000 ഒരു ട്രെയിനറാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിലൊരു സ്പിൻ കൊടുക്കാം. ഇത് മറ്റേ പാക്കിൻ്റെ ഇതൊക്കെ അല്ല, സോറി, മറ്റേ പൊട്ടിക്കണ പോലെ ഇങ്ങനെ വരയ്ക്കണല്ലേ. ഓക്കെ, ഇതിൽ നമുക്ക് ആരാ കുബാർസിനെ കിട്ടിയിട്ടോ. കുബാർസിനെ കിട്ടി. നമ്മളുടെ ബാഴ്സലോണയുടെ മണിമുത്ത് കുബാർസിനെ കിട്ടിയിട്ടുണ്ട്. വലിയതൊന്നുമില്ല, എന്നാലും വെറുതെ ഓപ്പൺ ചെയ്യാം. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലോ. ഈ പാക്ക് പൊട്ടിക്കണ എനിക്ക് ഇഷ്ടമായിട്ടോ. ഇതിങ്ങനെ വരഞ്ഞു പൊട്ടിക്കണമായിരിക്കും ഇഷ്ടമായി. എന്തായാലും ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അടുത്ത് മുറിച്ചിട്ടുണ്ട്. 10 കോയിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാരാടാ? അലക്സി ഗാർസിയ. ഓക്കെ, എനിക്കറിയില്ല. പിന്നെ അടുത്ത് തുറക്കാം. ഓപ്പൺ. നല്ല രസമുണ്ട് കേട്ടോ. ഉറുക്കി നല്ല രസമുണ്ട്. ഞാനേ ഗെയിം അധികം കുറവാണ് കളിക്കാറ്, അതുകൊണ്ടാണ് ഇത്ര ലൈറ്റ് ചെയ്തിട്ട് ഇത് തുറക്കാൻ. അയ്യോ, മറ്റവൻ്റെ കൂടായിരുന്നല്ലോ. കുഴപ്പമില്ല. ഓ, പക്ഷെ എനിക്ക് ആ വാനിസ്റ്ററോയിന് കിട്ടിയതിൻ്റെ തട്ടൻ എപ്പോഴും. ഓക്കെ, ഇതിൽ നമുക്ക് ആര് കിട്ടിയത്? മെസ്സിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പുല്ല്, ഇത് എത്രാമത്തെ മെസ്സിയാണ് ഇത്? തേങ്ങയുടെ കൂട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. മെസ്സിയുടെ ജേഴ്സി ഗിവ് അവേ. ഓക്കെ, ഗിവ് അവേ എന്ന് എനിക്ക് പറയാൻ പറ്റും. മെസ്സിയുടെ സാധനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പോയി വിട്ടോ. മെസ്സിയുടെ ജേഴ്സിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റീൽ അതിൽ ഇട്ടുണ്ട്. ഈ ഫുട്ബോളായിട്ട് കൊളാബ് ചെയ്തിട്ടേക്കണത്. ഈ ഫുട്ബോൾ നമ്മൾ കൂടി നടത്തുന്ന ആ പരിപാടിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. അപ്പോൾ ഇങ്ങടയിൽ ഏതെങ്കിലും ഒരു മെസ്സിയുടെ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഗോൾ അടിച്ചാൽ മതി. അത് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ #ക്ലച്ച് മെസ്സി എന്ന് കൊടുക്കുക. അപ്പോൾ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, കറൻ്റ്ലി ഓൺ ഗോയിങ് ആണ് നമ്മളുടെ ഗിവ് അവേ. ഓക്കെ, അടുത്ത നിജാം പാക്ക്. ഓക്കെ, ഇതിൽ നമുക്ക് 50 കോയിൻ കിട്ടിയിട്ടുണ്ട്. പ്ലെയറെ നമുക്ക് വേണ്ട. പിന്നെ അവനെ പ്ലെയറിനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് സാധനം കിട്ടിയാൽ മതി. ഇതെങ്ങനെ കഴിഞ്ഞു എന്നറിയാം. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൾമാടേനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എടാ, ഇത് നമ്മൾ തുടങ്ങുമ്പോൾ 3 ആയിരുന്നു. അത് ഇതിലാവട്ടെ. മാക്കിന് നമുക്ക് കിട്ടും. നോക്കാം. എനിക്കൊരു നാക്കില്ലാണ്ട് കേട്ടോ ഞാൻ കിടക്കണേ. ഓക്കെ, വീണ്ടും 50 കോയിനുണ്ട്. ഹാപ്പി. കോയിൻ കിട്ടിയാൽ മതി. എനിക്ക് കോയിനൊക്കെ വേണ്ടത്. നമുക്കപ്പോൾ കോയിൻ മതി. ഇത് കോമഡി ആയിട്ട് ഈ സാധനം നൈസായി. എനിക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ ഓക്കെ, അത് പോട്ടെ. അടുത്തത് ഈ പാക്കറ്റ് വലിച്ച് കയറണതേ. എടാ, കോയിൻ താടാ. ഇങ്ങനത്തെ കോയിൻ തരാത്ത്. മറ്റേ ട്രെയിൻ ചെയ്യട്ടെ. ഞാൻ പോയി ട്രെയിൻ ചെയ്തുകൊണ്ട് പിന്നെ ഓക്കെ, 10 കോയിന് 10 കോയിൻ കിട്ടിയിട്ടുണ്ട്. രക്ഷപ്പെട്ട്. അടുത്ത് സംഭവം ഇങ്ങനെ കോയിൻ മാത്രം കിട്ടാനേ രക്ഷപ്പെട്ടു കേട്ടോ. വീണ്ടും 10 കോയിൻ. സമാധാനം. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നതിനല്ല, ഇങ്ങനത്തെ സാധനം കൊണ്ടുവന്നാൽ മതി. നമുക്ക് കോയിൻ കിട്ടിയാൽ മതി. എല്ലാം ഇങ്ങനെ കയറുമ്പോൾ ഒരു 50 കോയിൻ വെച്ച് കിട്ടുകയാണെങ്കിൽ തരണമില്ല നായ്ക്കൾ. അത് കഴിയാറായോ? എനിക്കൊരു ഐഡിയ കിട്ടണില്ല അത് കഴിയാറായോ ഇല്ലേന്ന്. വീണ്ടും ഇതുള്ളൂ. നമുക്ക് ഇതിൽ തൊട്ടോക്കാം. 50 കോയിൻ വീണ്ടും കിട്ടി. എടാ, അത് കിട്ടിയില്ല. 50 കിട്ടിയില്ല എനിക്ക്. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സാധനം കിട്ടിയില്ല, പാക്കോട് കിട്ടിയില്ല. പക്ഷെ 50 കോയിൻസ് വരെ കിട്ടിയിട്ടുണ്ട്. 50 കോയിൻ കിട്ടി വന്നിട്ട് 260 കോയിനായി. അൽമാഡ, പീനോ കിട്ടിയിട്ടുണ്ട്, മെസ്സി കിട്ടിയിട്ടുണ്ട്, ഗാർസി കിട്ടിയിട്ടുണ്ട്, കുബാർസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്ലേസ് കിട്ടിയിട്ടോ. അപ്പോൾ ഫൈനലിസ്റ്റ് നടക്കില്ല. എന്തായാലും ഇത് കൊണ്ടുവന്ന് നന്നായി. നടന്നില്ലെങ്കിലും കോയിൻ കിട്ടിയല്ലോ, നമുക്കത് മതി. ഇനി നമുക്ക് ആ പ്ലെയർ ഇട്ടൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളുടെ ഈ പുസ്കാസിൻ്റെ ഓൾറെഡി ഉണ്ട്. അതാണ് അങ്ങോട്ട് എടുത്ത്. എനിക്ക് പുസ്കാസ് കിട്ടിയ കൊള്ളാം. ബ്ലിറ്റ്സ് കേൾഡറാണ് വേറെ കാര്യം. എന്നാലും വേണ്ട പറഞ്ഞത്. എന്തായാലും ഇവനിപ്പോൾ തൽക്കാലം ആരുടെ ഇടുക? അയ്യോടാ, അതൊരു ടാസ്ക് ആണല്ലോ. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ഇപ്പോൾ 8 വരെ ട്രെയിൻ ഇടാം. ഓക്കെ, ആദ്യം നമുക്ക് എന്തായാലും ലെവൽ ട്രെയിൻ ചെയ്യാം. കിടക്കട്ടെ. നമുക്ക് ബൂസ്റ്റർ കൊടുക്കാം. ബൂസ്റ്റർ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻ്റ് തന്നെ കൊടുക്കാം അല്ലേ? സെലക്റ്റഡ്. ഓക്കെ,
ദിസ് ഈസ് ഇനഫ്. ദെൻ ബാക്ക്, ദെൻ പ്ലെയർ പൊസിഷൻ 106 107 ആയിരിക്കും അല്ലേ? ഓക്കെ 100 കൊടുത്തിട്ട് ഫിനിഷിങ് 92. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാൻ. ഓക്കെ 106 കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് ഉണ്ട് 2 ബുള്ളറ്റ്. ഓ റൊണാൾഡോ വാനിസ്റ്ററായി ബുള്ളറ്റ്. എടാ ഇത് പൊളിക്കും. ഞാൻ ഈ ക്രോസ് പാമറായി മാറാൻ പോവുക ഗൈസ്. ഓക്കെ അപ്പോൾ പ്ലെയർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 30 വയസ്സുള്ളതാണ്, റൈറ്റ് ഫുട്ടറാണ്, 2006 കാർഡ്, നെതർലാൻഡ്സിൻ്റെ കാർഡ് കേട്ടോ. ബോക്സ് ഇൻ ദ ബോക്സ് ആണ്, പക്ഷേ സീനില്ല, നമുക്ക് വിഷയമല്ല ആയിരുന്നത്. ഇപ്പോൾ 98 അവയർനെസ് ഉണ്ട്, ഫിനിഷിങ് 96, ഹെഡിങ് 82, സ്പീഡ് ആക്സലേഷനൊക്കെ 91, ജമ്പ് 81. എടാ ഹെഡും ഇതൊന്നും ഇമ്പ്രസീവ് അല്ലല്ലോ. ബുള്ളറ്റ് സ്കില്ലുണ്ട്, നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ, നമുക്കിനി വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കളിപ്പിക്കുമ്പോഴൊക്കെ. അപ്പോൾ എന്തായാലും കിട്ടി, ലാഭമാണ്, നഷ്ടമില്ലല്ലോ. നിങ്ങളെന്നെ പറയും നഷ്ടമില്ലല്ലോ. ഇന്നത്തെ ബാക്ക് ഓപ്പണിങ് നമുക്ക് ലാഭം തന്നെ കേട്ടോ. കാരണം 900 ഒരു എപ്പിക്ക് അടിക്കാൻ ലാഭം തന്നെ. ഇതിപ്പോൾ പുസ്കാസ് ആണെങ്കിൽ ഒന്നുകൂടി ഹാപ്പി ആയിരുന്നു. പ്ലേയിങ് ഇലവനിലിട്ട് കളിപ്പിക്കുന്നു പുസ്കാസിനെ. എന്തായാലും കുഴപ്പമില്ല. മാൾഡീനിക്ക് റെഡാണ്, ഞാൻ അന്ന് മേടിച്ചിട്ട് റെഡാണ്, പിന്നെ കളിച്ച് നോക്കിയിട്ടില്ല. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വരുന്നത് ഇതൊക്കെയാണ്. ഐ ആം വെരി വെരി ഹാപ്പി. ഇപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. മതിയായിരിക്കും. ബൈ.